ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് നിയമപ്രകാരം ശിക്ഷിക്കപ്പെടാവുന്ന ഒരു കുറ്റകൃത്യമാണ്. 120B ഓഫ് ദി ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ കോൺസ്പിറസി. ഈ ഗൂഢാലോചനയും മറ്റ് കുറ്റകൃത്യങ്ങളും തമ്മിലൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, സാധാരണഗതിയിൽ ഒരു കുറ്റകൃത്യം ഒന്നിലധികമോ പ്രതികൾ നേരിട്ടാണ് ചെയ്യുന്നത്. എന്നാൽ ഗൂഢാലോചന ചെയ്യുന്ന വ്യക്തി എല്ലായ്പ്പോഴും കേസിന് മുന്നിൽ യഥാർത്ഥ കുറ്റകൃത്യം ചെയ്യുന്ന ആളായിട്ട് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പം ഈ ഒരു ആലോചനയിൽ മാത്രമേ ഈ വ്യക്തി വരുന്നുള്ളൂ. ഈ ഗൂഢാലോചന ചെയ്യുന്നത് തന്നെ ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ ഗൂഢാലോചന ചെയ്യുന്ന വ്യക്തിക്ക് യഥാർത്ഥ കുറ്റകൃത്യത്തിൽ പങ്കാളി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിനും യഥാർത്ഥ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് തുല്യമായ ശിക്ഷ കൊടുക്കാൻ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഗൂഢാലോചന വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമാണ്. എന്നാൽ നിയമവിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ ഗൂഢാലോചന തെളിയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. മഹാത്മാഗാന്ധിയുടെ കൊലപാതക കേസ് ഉൾപ്പെടെ, ഇന്ദിരാഗാന്ധിയുടെ കൊലക്കേസ് ഉൾപ്പെടെ പല കേസുകളിലും ഗൂഢാലോചന സിദ്ധാന്തവും ഗൂഢാലോചന ആരോപണവും ഗൂഢാലോചന എന്ന കുറ്റകൃത്യവും ഒക്കെ പലപ്പോഴും ആരോപിക്കപ്പെട്ടു എങ്കിലും ഇങ്ങനെയുള്ള കേസുകളിൽ ആൾക്കാരെ ശിക്ഷിക്കപ്പെടുന്നത് വളരെ അപൂർവമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഗൂഢാലോചന തെളിയിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്.